വൈദികർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ചുള്ളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൊച്ചി കണ്ണമാലിയിൽ കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി വൈദികർ സംഘടിപ്പിച്ച സമരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് പോലീസ് വൈദികർക്കെതിരെ കേസെടുത്തത്. AICC അംഗം N വേണുഗോപാൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനത്തെ കടൽക്ഷോഭത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങളോടൊപ്പം വൈദികർ സംഘടിപ്പിച്ച സമരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് വൈദികർക്കും മറ്റു വ്യക്തികൾക്കുമെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ചുള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചുള്ളിക്കൽ പള്ളിക്ക് മുന്നിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചാരംഭിച്ച പ്രതിഷേധ ജ്വാല ചുള്ളിക്കൽ ഗ്രാൻഡ് ജംഗ്ഷനിലെത്തി. AICC അംഗം N വേണുഗോപാൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. കണ്ണമാലിയിലെ ജനങ്ങൾ ആരോടാണ് അവരുടെ ദുരിതത്തെക്കുറിച്ച് പറയേണ്ടത്? അവരുടെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആരും കേൾക്കാനില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോഴാണ് അച്ഛന്മാരിറങ്ങി അവരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട്, അധികാരികളോട് വളരെ വിനയപുരസ്സരം പറഞ്ഞു, ഞങ്ങൾ ഈ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിനു പകരം, പരിഹാരമുണ്ടാക്കുന്നതിന് പകരം അച്ഛന്മാരുടെ പേരിൽ കേസെടുക്കുക, FIR ഇടുക, അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുക. ഇതെന്തൊരു നാട്, ഇതെന്തൊരു കാലഘട്ടം? ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ കേസെടുത്ത് അടിച്ചമർത്താനുള്ള സർക്കാർ നീക്കം അപലപനീയമാണെന്നും വൈദികർക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് തോമസ് ഷൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 10ാം ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു സ്വാഗതം പറഞ്ഞു. നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കേണ്ട ഈ സംവിധാനങ്ങൾ അപ്പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ. DCC ജനറൽ സെക്രട്ടറി KM റഹീം, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും 24ാം ഡിവിഷൻ കൌൺസിലറുമായ ഷൈല തദേവൂസ്, DCC അംഗം KS പ്രമോദ്, മുൻ UDF ചെയർമാൻ അഗസ്റ്റസ് സിറിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത ഹരികുമാർ എന്നിവർ സംസാരിച്ചു. 1 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് പിണറായി സഖ്യത്തിനെതിരായി പോൾ ചെയ്തത്. ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സർക്കാരിന്റെ ഭരണകൂടം നിന്ന് തുടച്ചു നീക്കപ്പെടും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. യാതൊരു സംഘർഷങ്ങളും സൃഷ്ടിക്കാതെ ഏറ്റവും ശാന്തമായ രീതിയിൽ നടത്തിയിരുന്ന സമരം ഈ രാജ്യം ഭരിക്കുന്ന പിണറായിയുടെ പോലീസ് അവിടെ മുൻകൂട്ടി നിശ്ചയിച്ച പോലെയുള്ളൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും നിരപരാധികളായ വൈദികർക്ക് നേരെ അവർ ദാർഷ്ട്യം കാണിക്കുകയും അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയും FIR ചാർജ് ചെയ്യുകയും FIR ഇടുകയും ചെയ്ത ഒരു വളരെ നീചമായൊരു പ്രവൃത്തി. 10ാം ഡിവിഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് നന്ദി പറഞ്ഞു. ഡോക്ടർ മാനുവൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MG ആന്റണി, സോണി KJ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഇബ്രാഹിം കുട്ടി, സെബാസ്റ്റ്യൻ ആന്റണി, PS രാജീവ്, പ്രിയേഷ് MP, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൽഫോൺസ്, CV വിജയൻ, രമേശ് KR, മഹിളാ കോൺഗ്രസ് ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷീബ ഷാലി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാജൻ സേവ്യർ, കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡിറ്റോ കാർലോസ്, വിചാര വിഭാഗം കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ, ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ആന്റണി KR, കർഷക കോൺഗ്രസ് ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് വിജി ഫ്രാൻസിസ്, കർഷക കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം സെക്രട്ടറി CM തോമസ്, ജോഷി KJ, അബ്ദുൽ ഖാദർ, LT ഓസ്റ്റിൻ, റാങ്സ്റ്റൺ, റജീന ഷിനു, സേവ്യർ, സുനിൽ ബാബു, TK ജോളി, ഡിക്സൺ, ജേക്കബ്, എബിൻ അലക്സാണ്ടർ എന്നിവർ ഉൾപ്പെടെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരും മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളും ഇടവക അംഗങ്ങളും പ്രതിഷേധ ജ്വാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അൽഫാമുണ്ട്, ബീഫ് റിബ്. അങ്ങനെയാണോ? സ്പെഷ്യൽ ഗ്രീക്ക് സലാഡ് എടുക്കാം. ഏട്ടാ ഒരു അൽഫാം മന്തി, ഒരു കിസ്റ്റം. ഏട്ടാ ഒരു മിറാഷ് മന്തി. ഇനി മതി വരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.